ആദി പെരുകിയാൽ പിന്നെ സംഭവിക്കുന്നതും അതിനോട് ചേർന്ന ഒരു പദം തന്നെയാണ്. ആദി പെരുകിയാൽ സംഭവിക്കുന്ന ഒന്നാണ് വ്യാധി. നമ്മുടെ ജീവിതത്തിലെ 90 അസുഖത്തിൻ്റെ 90% കാരണവും മാനസികമാണ്. 10% ശാരീരിക കാരണം വരുന്നുള്ളൂ. അതുകൊണ്ട് ഈ ആദികൾ പെരുകുമ്പോൾ വൺ ടൈം പാസ്വേഡായി വിശ്വാസ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാതെ അത് അതിൻ്റെ അനുദിന ജീവിത വ്യാപാരങ്ങളിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. എന്നാൽ ഇസ്രായേലിന് പലപ്പോഴും പറ്റിയില്ല. അത് ഇസ്രായേലിന് മേൽ ദൈവത്തിൻ്റെ കോപം ചൊല്ലിക്കാനായിട്ടിടയായി. നമ്മളെല്ലാവരും ദൈവസന്നിധിയിൽ പല കാര്യങ്ങൾ വെച്ച് കരയുന്നവരാണ്. എന്നാൽ നമ്മുടെ കരച്ചിലിൻ്റെ കാരണം ശരിയല്ലെങ്കിൽ ദൈവത്തിന് അത് നമ്മളോട് ദയവ് തോന്നുന്നതിന് പകരം കോപം തോന്നുന്നതിനിടയാകുമെന്ന് സംഖ്യാപുസ്തകം 11 അധ്യായം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. സംഖ്യാപുസ്തകം 11-ന്റെ ആദ്യം നമ്മളൊരു ബാധയെക്കുറിച്ച് കാണുന്നുണ്ട്. 4 മുതൽ നമ്മൾ വീണ്ടും കാണുന്നു, പിന്നെ അവരുടെ ഇടയിലുള്ള സമ്മിശ്ര ജാതി ദുരാഗ്രഹികളായി ഞങ്ങൾക്ക് തിന്മാൻ ഇറച്ചിയാർ തരുമെന്ന് ദൈവസന്നിധിയിൽ കരയാൻ തുടങ്ങി. എന്നിട്ട് അവർ പറയുകയാണ്, ഞങ്ങൾ മിസ്രയീമിൽ വെച്ച് വില കൂടാതെ തിന്നിട്ടുള്ള, എവിടെ വെച്ച്? മിസ്രയീമിൽ വെച്ച്. യഹോവയാം ദൈവം അവരെ വാഗ്ദത്ത കനാനിലേക്ക് നയിക്കുകയാണ്. മഹത്തായ നിയോഗത്തിൻ്റെ വഴിയിലാണവർ. അവർ കലപ്പയ്ക്ക് കൈ വെച്ചു. ആ മഹത്തായ നിയോഗത്തിൻ്റെ വഴിയിലൂടെ അവർ കടന്നു പോകുമ്പോഴും അവരുടെ കരച്ചിൽ പുറപ്പെട്ടു പോകുന്ന ഇസ്രായേലിനെ കുറിച്ചാണ്, മിസ്രയീമിനെ കുറിച്ചാണ്. നമ്മുടെ ജീവിതത്തിലെ വലിയൊരു പ്രശ്നമാണ്. നമ്മുടെ കരച്ചിൽ, ദൈവസന്നിധിയിലുള്ള കരച്ചിൽ എന്തിനെക്കുറിച്ചാണ്? പലപ്പോഴും നമ്മുടെ കരച്ചിലിൻ്റെ കാരണങ്ങളെ നമ്മളൊന്ന് വിശകലനം ചെയ്ത് നോക്കി. എന്തിനെക്കുറിച്ചാണ് നമ്മൾ കരയുന്നത്? ചിലരോട് ചോദിക്കും, ജീവിതം എങ്ങനെ പോകുന്നു? അപ്പോൾ പലരും പറയുന്ന ഒരു മറുപടി ഉണ്ട്, ജീവിതം വളരെ കടുപ്പമാണ്, ലൈഫ് ഈസ് ടു റഫ് ടു ഹാൻഡിൽ എന്ന് പലരും പറയാറുണ്ട്. ജീവിതം വളരെ കടുപ്പമാണ്, അല്ലേ? ഇപ്പം തന്നെ നോക്കിയാൽ എന്ത് വലിയ മഴ. ഒരാഴ്ച മുമ്പ് നമ്മുടെ പരാതി മഴയായിരുന്നില്ല, ഒരാഴ്ച മുമ്പ് നമ്മുടെ പരാതി വെയിലായിരുന്നു. ജീവിതം എങ്ങനെ പോകുന്നു എന്ന് ചോദിച്ചാൽ ജീവിതം വളരെ കടുപ്പമാണ്. പക്ഷേ ഒരു ഗുരു അന്നേരം അയാളോട് ചോദിച്ചു, എന്തിനോട് താരതമ്യം ചെയ്യുമ്പോൾ? അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ജീവിതം വളരെ കടുപ്പമാണെന്ന് നിങ്ങൾ പറയുന്നുണ്ടല്ലോ, പക്ഷേ എന്തിനോട് താരതമ്യം ചെയ്യുമ്പോൾ? അപ്പോൾ നമ്മൾ ചിന്തിക്കാൻ തുടങ്ങും. നമുക്ക് മനസ്സിലാകും, ജീവിതം അത്ര കഠിനമൊന്നുമല്ല. വിശ്വാസത്താൽ എനിക്ക് അതിജീവിക്കാൻ സാധിക്കും, ദൈവകൃപയാൽ എനിക്ക് പുലരുവാൻ സാധിക്കുമെന്ന് നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാകും. ഇസ്രായേലും ദൈവസന്നിധിയിൽ നിന്ന് കരയുകയാണ്. നമ്മുടെ കരച്ചിലും എന്തിനെക്കുറിച്ചാണ്? ഞാൻ ഓർക്കുകയായിരുന്നു, നമുക്കൊക്കെ വചനം വായിക്കുന്നതിൽ താല്പര്യമുള്ള ഒരു സമൂഹമാണല്ലോ ഇവിടെ ഇരിക്കുന്നത്. വിശ്വാസികളിലെ തന്നെ ഒരു വേർതിരിക്കപ്പെട്ട സമൂഹമാണല്ലോ ഇവിടെ ഇരിക്കുന്നത്. പലപ്പോഴും ഞാൻ ഓർപ്പിക്കാറുണ്ട്, ഒരു പുരോഹിതന് ഒരു ദിവസം 20 അധ്യായമെങ്കിലും വേദപുസ്തകം വായിക്കണം. അല്ലെങ്കിൽ ഒരു പുരോഹിതന് പിടിച്ചു നിൽക്കാൻ സാധിക്കത്തില്ല. കാരണം ഇൻടേക്ക് കൂട്ടിയേ പറ്റുകയുള്ളൂ. ഇൻഫെക്ഷനൊക്കെ വന്നു കഴിയുമ്പോൾ ഡോക്ടർ പറയുന്ന എന്താ? വെള്ളം കുടിക്കണം. എന്തിനാ? ഇൻഫെക്ഷൻ പോകണം. അത് ബ്ലഡിലാണെങ്കിലും എവിടെയാണെങ്കിലും ആ ഇൻഫെക്ഷൻ കുറയണമെങ്കിൽ ജലം ധാരാളമായിട്ട് കുടിക്കണം. അപ്പോൾ ഒരു പുരോഹിതൻ കുറഞ്ഞതൊരു 20 അധ്യായമെങ്കിലും 1 മണിക്കൂറിൽ അധികമെങ്കിലും വേദവായനയ്ക്കായിട്ട് മാറ്റിവെച്ച് മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ ആ പുരോഹിതന് നിലനിന്നുവാൻ സാധിക്കത്തുള്ളൂ, നിലനിൽക്കുന്ന ഒരു പൗരോഹിത്യത്തിൻ്റെ സൂക്ഷിപ്പുകാരനാകാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഒരു കൊച്ചമ്മ 10 അധ്യായമെങ്കിലും വായിക്കണം. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു വിശ്വാസി ഒരു 3 അധ്യായമോ 5 അധ്യായമോ എങ്കിലും ഒരു ദിവസം വായിക്കണം. ഞാൻ ഓർക്കുകയായിരുന്നു, ദൈവമേ, എനിക്ക് 2 അധ്യായമേ ഒരു ദിവസം വായിക്കാൻ സാധിക്കുന്നുള്ളൂ. എന്തുകൊണ്ട് നീ എന്നെ ഒരു 5 അധ്യായം വായിക്കാൻ അനുവദിക്കുന്നില്ല എന്ന് ദൈവസന്നിധിയിൽ ആരെങ്കിലും കരയാറുണ്ടോ? നമ്മുടെ കരച്ചിലിൻ്റെ കാരണത്തെക്കുറിച്ചാണ്. വേദപുസ്തക വായനയിൽ കുറെ കൂടി ഉറ്റിരിക്കാൻ നീ എന്നെ അനുവദിക്കണമേ എന്ന് പ്രാർത്ഥനയിലൂടെ ദൈവത്തോട് നാം ഒരു പോരാട്ടം നടത്താറുണ്ടോ? എന്തുകൊണ്ട് നീ എന്നെ അനുവദിക്കുന്നില്ല ദൈവവചനത്തിൻ്റെ മുമ്പിൽ ഇരിക്കാൻ? ആരെങ്കിലും കരയാറുണ്ടോ? എല്ലാ ഞായറാഴ്ചയും കുർബാന പകുതിയാകുമ്പോൾ പള്ളിയിൽ ചെല്ലുന്നു. ഒരു ഞായറാഴ്ചയെങ്കിലും നമസ്കാരം തുടങ്ങുമ്പോൾ ഒന്ന് പള്ളിയിൽ ചെല്ലാൻ നീ എന്നെ എന്തുകൊണ്ട് ഒരുക്കുന്നില്ല എന്ന് ദൈവത്തോട് കരയാറുണ്ടോ? ഇതൊന്നും നമ്മുടെ കരച്ചിലിൻ്റെ കാരണങ്ങളല്ല. നമ്മുടെ കരച്ചിലിൻ്റെ കാരണങ്ങൾ പലപ്പോഴും ഈ മണ്ണിൽ നിന്നും മുളച്ചു വരുന്ന കാര്യങ്ങളെക്കുറിച്ചാണ്. ഇസ്രായേലിൻ്റെ കരച്ചിലിൻ്റെ കാര്യവും അതായിരുന്നു. സംഖ്യാപുസ്തകം 11:5 നമ്മൾ കാണുന്നു, ഞങ്ങൾക്ക് തിന്മാൻ ഇറച്ചിയാർ തരും. മോശയോട് കരയുകയാണ്, യഹോവയാം ദൈവത്തോട് കരയുകയാണ്.
ഞങ്ങൾ മിസ്രൈമിൽ വെച്ച് വില കൂടാതെ തിന്നിട്ടുള്ള മത്സ്യം, വെള്ളരിക്ക, മത്തങ്ങ, ഉള്ളി, ചുവന്നുള്ളി, ചിറ്റുള്ളി. പച്ചക്കറിക്കട വാങ്ങാൻ പോകുന്ന ലിസ്റ്റല്ല. സംഖ്യാപുസ്തകം 11-ാം അധ്യായത്തിൽ ഇസ്രായേൽ ജനം, ദൈവത്തിൻ്റെ വേർതിരിക്കപ്പെട്ട ജനം കരഞ്ഞ കാര്യങ്ങളാണ് പറയുന്നത്. എങ്ങനെ ദൈവത്തിന് ദേഷ്യം വരാതിരിക്കും? ഇത് പറഞ്ഞ യഹോവയാം ദൈവത്തോട് അവർ കരയുകയാണ്. എന്നിട്ട് മന്നയെക്കുറിച്ച് അവർ പറഞ്ഞതോ 6-ാമത്തെ വാക്യത്തിൽ കാണുന്നു, ഈ മന്ന അല്ലാതെ ഒന്നുമില്ല. എവിടെ തിരിഞ്ഞാലും മന്ന അല്ലേ, എവിടെ തിരിഞ്ഞാലും നമസ്കാരം, എവിടെ തിരിഞ്ഞാലും പ്രാർത്ഥന, എവിടെ തിരിഞ്ഞാലും ദൈവവചനം, ഇതല്ലാതെ ഒന്നുമില്ല. മന്നയുടെ രുചി ദോശയുടെ രുചി പോലെ ഇരിക്കുന്നു എന്നാണ് ഇസ്രായേലിൻ്റെ പരാതി. അവർക്കതൊക്കെ മടുത്തു. ദോശ അല്ലേ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എല്ലാ ദിവസവും രാവിലെ ദോശയും ഇഡലിയും മാത്രം കൊടുത്താൽ ഒരു ദിവസം സഹിക്കും. 2-ാമത്തെ ദിവസം രാവിലെ വരുമ്പോഴോ ഇന്നും ദോശയാണോ? നമ്മളെ പിറ്റേ ദിവസം ദോശ ഉണ്ടാക്കി ഇത് മാവ് തീരണ്ടേ? ഒരു ദിവസത്തേക്കിന് ദോശയൊക്കെയുള്ള മാവ് കൃത്യമായിട്ട് അളന്നെടുക്കാൻ പറ്റുമോ? പക്ഷെ കുഞ്ഞ് ചോദിക്കും, ഇന്നും ദോശയോ? ഇസ്രായേൽ ദിവ്യഭോജ്യത്തെ നിരസിച്ചു. മന്നയെക്കുറിച്ച് സങ്കീർത്തനത്തിൽ പറയുന്നത് മാലാഖമാരുടെ ഭക്ഷണമെന്നാണ്. ഇതെന്ത് എന്നാണ് മന്ന? ആ ചോദ്യം അത്രമാത്രം ലൗകിക ജീവിതത്തെ അത്ഭുതപ്പെടുത്തുന്ന ദിവ്യഭോജ്യമാണ് മന്ന. അവരെ കനാനിലേക്കുള്ള പ്രയാണത്തിൽ അനുദിനം വഴി നടത്തുന്ന മന്ന, ഈ സഭാജീവിതത്തിൽ ദൈവവചനമാകുന്ന മന്ന, ആരാധനയാകുന്ന മന്ന, നോമ്പുപവാസങ്ങളാകുന്ന മന്ന, അത് നമുക്ക് സഭ നൽകിയിരിക്കുകയാണ്. നമുക്കതിനോടുള്ള സമീപനം എന്താണ്? ഇസ്രായേൽ ചോദിക്കുകയാണ്, ഈ മന്ന കാരണം ഞങ്ങൾ മടുത്തു, എവിടെ തിരിഞ്ഞാലും മന്ന. അപ്പോൾ ദൈവത്തിന് വലിയ സങ്കടമായി. ദൈവം ഒരു വ്യാധിയാൽ ആ ജനത്തെ നശിപ്പിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. മന്നയോട് വളരെ ഉദാസീനമായ സമീപനം. ദൈവാനുഭവത്തോടും ആരാധനാനുഷ്ഠാനങ്ങളോടും ദൈവവചനത്തോടുമുള്ള തീവ്രതയിൽ നമ്മൾ ഇനിയും പുലരുമ്പോൾ, കർത്താവ് സുവിശേഷത്തിൽ പറയുന്നുണ്ടല്ലോ, മീൻ പിടിക്കേണ്ടതിന് ആഴത്തിലേക്ക് നീക്കി വലയിറക്കുകയും. നിങ്ങളെല്ലാവരും മീൻ പിടിക്കുന്നവരാണ്, പല അളവിൽ നമ്മൾ മീൻ പിടിക്കുന്നവരാണ്. എന്നാൽ നമ്മൾ ആഴത്തിലേക്ക് കുറെ കൂടി നീങ്ങേണ്ടതുണ്ട്. ഓരോ പ്രാവശ്യവും നമ്മൾ വചനം വായിക്കുന്നതിൻ്റെ അളവ് കൂട്ടുമ്പോൾ, ആരാധനയിലെ കൃത്യത പരിരക്ഷിക്കുമ്പോൾ, പൊതുജീവിതവുമായിട്ടുള്ള നമ്മുടെ ഇടപെടലുകളെ ആത്മീയമാക്കുമ്പോൾ കർത്താവ് നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കും, കുറെ കൂടി ആഴത്തിലേക്ക്, കുറെ കൂടി ആഴത്തിലേക്ക്. അതാണ് കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ഇസ്രായേലിനെ അങ്ങനെ വലിയ പോരാട്ടങ്ങളിലൂടെ യഹോവയാം ദൈവം കൊണ്ടുപോകണം. മന്നയോടുള്ള ഉദാസീനമായ സമീപനം, ദൈവസാമീപ്യത്തോടുള്ള സാന്നിധ്യത്തോടുള്ള നമ്മുടെ സമീപനത്തെ കുറച്ചുകൂടി നമ്മൾ ജാഗ്രതയുള്ളതാക്കി മാറ്റണം. അത് കഴിഞ്ഞ് മോശയുടെ പരാതിയൊക്കെ കേട്ടിട്ട് സംഖ്യാപുസ്തകം 31-ാം അധ്യായത്തിൽ യഹോവയാം ദൈവം എന്നാൽ നിങ്ങൾക്ക് ഇറച്ചി നൽകുമെന്ന് പറഞ്ഞ് അവരെ ഒരു കടൽ തീരത്ത് കൊണ്ടു ചെല്ലുന്നുണ്ട്. കടൽ തീരത്തെ 2 മുഴം കൈ ഉയരത്തിൽ കാടപ്പക്ഷിയെ പറന്നു നിൽക്കുമാറാക്കി. അവരുടെ പരാതി എന്തായിരുന്നു? അവർക്ക് ഇറച്ചി വേണമെന്നായിരുന്നു, മീൻ വേണമെന്നായിരുന്നു. മരുഭൂമിയിൽ എങ്ങനെയാണ് മീൻ കിട്ടുന്നത്? മരുഭൂമിയിൽ മീൻ കിട്ടുമോ? പുതിയ വഴി, തിരഞ്ഞെടുത്തിരിക്കുന്ന വഴി, ആ വഴിയിൽ ലഭ്യമാകാൻ സാധ്യതയുള്ളതിനെക്കുറിച്ചായിരിക്കണം നമ്മുടെ കരച്ചിൽ. യഹോവയെ ഏറ്റവും അധികം കോപിപ്പിച്ചത് അതാണ്. പാലും തേനും ഒഴുകുന്ന കനാനിലേക്ക് നയിക്കുമ്പോൾ മീനിനെക്കുറിച്ച് കരയുന്ന ജനം, കഴിഞ്ഞ കാലത്തിലെ നമ്മുടെ കൊതികളെ വീണ്ടും ആശ്ലേഷിക്കാനായിട്ട് വെമ്പുന്ന ജനം. ദൈവത്തെ അത് വളരെയേറെ വേദനിപ്പിച്ചു, കോപിപ്പിച്ചു എന്നതിനേക്കാൾ വേദനിപ്പിച്ചു. അതുകൊണ്ട് പറഞ്ഞു, വലിയ വിരുന്ന് നിങ്ങൾക്കായിട്ട് ഞാനൊരുക്കുന്ന ഗ്രേറ്റ് ബഫറ്റ് ഡിന്നർ അല്ലേ, വലിയൊരു ബഫറ്റ് ഒരുക്കുകയാണ്. എന്താ ബഫറ്റ്? നമ്മൾ ഈ വലിയ വിവാഹത്തിനൊക്കെ ചെല്ലുമ്പോൾ ചില ഹോട്ടലുകളിൽ 750, 1000, 2000 ഒക്കെ ഒരുമിച്ച് എല്ലാവർക്കും വേണ്ടി അങ്ങ് അടച്ചു കഴിഞ്ഞാൽ നമുക്ക് കയറി ഇഷ്ടംപോലെ ഭക്ഷണം കഴിക്കാം. ആ ഹോള് നിറച്ച് ഇങ്ങനെ ഭക്ഷണം നിരത്തി വെച്ചിരിക്കുകയാണ്, ആവോളം നമുക്ക് ആഹരിക്കാം. മിക്കവാറും പകുതി പേർക്കും അത് കാണുമ്പോൾ തന്നെ അവരുടെ വിശപ്പെല്ലാം നഷ്ടപ്പെട്ടു പോകും. അങ്ങനെ യഹോവയാം ദൈവം കടൽ തീരത്തെ ഒരു വലിയ ബഫറ്റ് ഇസ്രായേലിന് വേണ്ടി ഒരുക്കി. എന്നിട്ട് എന്ത് ചെയ്തു? ഈ കാടപ്പക്ഷികളെല്ലാം ഒരുമിച്ച് കൂട്ടി. 1000കണക്കിന് കാടകൾ ഇങ്ങനെ 1 മുഴം ഉയരത്തിൽ ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്. അവർക്ക് കാട ഫ്രൈ കൊടുക്കുകയാണ് അല്ലേ. ഇപ്പോൾ നമുക്ക് ഈ നോമ്പുകാലമാണെങ്കിൽ പോലും, പണ്ടൊക്കെ ആണെങ്കിൽ മത്സ്യമാംസാദികളൊക്കെ കവലകളിൽ പോയി നോമ്പുകാലത്ത് വാങ്ങാൻ വലിയ പ്രയാസമായിരുന്നു. ഞാൻ ഓർക്കുന്നു, ഞങ്ങളുടെ നാട്ടിലൊരാൾ നോമ്പുകാലത്ത് കവലയിൽ പോയി ഇങ്ങനെ മീൻ വാങ്ങാൻ ഒരുങ്ങിയ സമയത്ത് നമ്മുടെ പള്ളിക്കാരെല്ലാവരും ഇവിടെ കൂവി വിട്ടു അതുവഴി.
നീ എന്നാ ഒരുത്തനാടാന്ന് പറഞ്ഞു. ഇപ്പം അതിൻ്റെ കാര്യം നമുക്കുണ്ടോ? അപ്പം നമുക്ക് ഫോണിൽ ഓർഡർ ചെയ്താൽ മതി, സാധനം അതിനെയാണ് ഈ 2 മുഴം ഉയരത്തിൽ നിന്ന് പറഞ്ഞിരിക്കുന്നത്. 2 മുഴം ഉയരത്തിൽ കൈക്ക് സ്വൈപ്പ് ചെയ്യാവുന്ന രീതിയിൽ ഇസ്രയേലിന് 1000കണക്കിന് കാടകളെ നിരത്തി കൊടുത്തു. എന്ത് ചെയ്തു? അപ്പോൾ അവരുടെ ബോഡി ലാംഗ്വേജ് മാറി. മന്ന കണ്ടപ്പോഴത്തെ ബോഡി ലാംഗ്വേജ് അല്ല. മന്ന വന്നപ്പം ജനം ഇങ്ങനെ ദോശയുടെ രുചിയാണെന്ന് പറഞ്ഞു നടന്ന് പെറുക്കി, പോകുന്ന വഴിക്കൊക്കെ കുഴ പെറുക്കും. പിന്നെ തിരികല്ലിൽ പൊടിച്ചിട്ടോ ഉരലിൽ ഇടിച്ചിട്ടോ കലത്തിൽ പുഴുങ്ങിയിട്ടോ ഒക്കെ ചെയ്യും. പലപ്പോഴും സഭാജീവിതത്തിലും അങ്ങനെയാണ്. ചിലരൊക്കെ എല്ലാവരും പോകുന്നതുകൊണ്ട് ഞായറാഴ്ച നടന്നങ്ങ് പള്ളിയിൽ പോകും. ചിലർ നമസ്കാരങ്ങളെ തിരികല്ലിൽ പൊടിക്കും, ദൈവവചനത്തെ ഉരലിൽ ഇടിക്കും. ഇല്ലേ, ഒരു സങ്കീർത്തനമൊക്കെ വായിച്ച് ഇടിച്ചതങ്ങ് ശരിയാക്കും. ചിലർ നോമ്പ് നമസ്കാരങ്ങളെ കലത്തിൽ പുഴുങ്ങും. അതൊന്നും വന്ന കാര്യമേ അവരറിയുകയില്ല. തൊണ്ട തൊടാതെ അവരത് കൈകാര്യം ചെയ്യും. മന്നയോടുള്ള സമീപനം അങ്ങനെയായിരുന്നെങ്കിൽ കാട വറക്കാനായിട്ട് ഒരുങ്ങിയപ്പോൾ ഇസ്രായേൽ എന്ത് ചെയ്തു? അവരുടെ ബോഡി ലാംഗ്വേജ് മാറി. അവർ എഴുന്നേറ്റു. ജനം എഴുന്നേറ്റു എന്നാണ്. അവർക്ക് വലിയ സന്തോഷമായി. ജനം എഴുന്നേറ്റു. പകൽ മുഴുവനും രാത്രി മുഴുവനും പിറ്റന്നാൾ മുഴുവനും കാടയെ പിടിച്ചുകൂട്ടി. രാത്രി ഉറക്കിളയ്ക്കുന്നതിന് പ്രശ്നമില്ല, പകൽ വെയിൽ കൊള്ളുന്നതിന് പ്രശ്നമില്ല, പിറ്റേന്നാൾ കഷ്ടപ്പെടുന്നതിന് പ്രശ്നമില്ല. മുഴുവൻ പിടിച്ചുകൂട്ടി. പിന്നെന്ത് ചെയ്തു? അവയെ പാളയത്തിന് ചുറ്റും ചിക്കി. അതും ദൈവത്തെ ഏറെ വിഷമിപ്പിച്ച ഒരു കാര്യമായിരുന്നു. ദേ ഡെക്കറേറ്റഡ് ദ ക്യാമ്പ് വിത്ത് ഫ്ലഷ്. ദൈവം എവിടെയായിരിക്കുന്നത്? നമ്മൾ സാധാരണക്കാരുടെയൊക്കെ അറിവിൽ ദൈവം തമ്പുരാൻ മോളിലാണ്. ദൈവം മോളിൽ ഇരുന്ന് ഇതെല്ലാം കാണുക. ദൈവം മോളിൽ നിന്ന് നോക്കുമ്പോൾ അതാ ഇസ്രായേലിൻ്റെ പാളയം, എൻ്റെ പാളയം, എൻ്റെ ജനത്തിൻ്റെ പാളയം. പാളയമെന്ന് പറയുമ്പോൾ അത് വെറും കൂട്ടമല്ല, നിയോഗം ലഭിച്ചവരുടെ കൂട്ടം തമ്പടിക്കുന്ന സ്ഥലത്തിൻ്റെ പേരാണ് ബാരക്, പാളയം, ക്യാമ്പ് എന്ന് പറയുന്നത്. അതിനെപ്പോഴും ഒരു കഴുകൻ തൻ്റെ കുഞ്ഞുങ്ങളെ നോക്കുന്നത് പോലെ യഹോവയായ ദൈവം നോക്കിക്കൊണ്ടിരിക്കുക അല്ലേ. എൻ്റെ ഭർത്താവ് എന്നോടൊപ്പം ഇല്ലായിരിക്കും, എൻ്റെ ഭാര്യ എന്നോടൊപ്പം ഇല്ലായിരിക്കും, പക്ഷേ എൻ്റെ പാളയത്തെ തമ്പുരാൻ ഉന്നതങ്ങളിൽ നിന്ന് നോക്കുകയാണ്. ആ കണ്ണൊരു നിമിഷം പോലും മാറുന്നില്ല. പനോരമിക് വിഷൻ, 360 ഡിഗ്രിയിലുള്ള ഒരു കാഴ്ചപ്പാടാണ്. തുമ്പി നോക്കുന്നത് പോലെയാണ്. തുമ്പിയുടെ കണ്ണിങ്ങനെ മിഴിച്ചിരിക്കും, അതിന് 360 കാണാമെന്നാണ് പറയുന്നത്. അതുപോലെ യഹോവയായ ദൈവം ഇങ്ങനെ ഇസ്രായേലിനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ദൈവം നോക്കിയപ്പോൾ അതാ ഇന്ന് പാളയത്തിന് ചുറ്റും എന്തോ ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നു. ഇന്നെൻ്റെ പാളയത്തിന് ചുറ്റും, ഇസ്രായേലിൻ്റെ വിശുദ്ധമായ പാളയത്തിന് ചുറ്റും എന്തോ വെച്ച് അലങ്കരിച്ചിരിക്കുന്നു. ദൈവം നോക്കിയപ്പോൾ എന്താണത്? അവർ കാടയുടെ ഇറച്ചി പാളയത്തിന് ചുറ്റും ഉണങ്ങാനിട്ടിരിക്കുന്നു. എൻ്റെ ജീവിത പരിസരങ്ങൾ, എൻ്റെ ആത്മീയ പരിസരങ്ങൾ, എൻ്റെ നിയോഗ പരിസരങ്ങൾ, അതിനെ എത്രമാത്രം കൃത്യമായി സൂക്ഷ്മതയോടെ മുമ്പോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നാം അവിടെ കാണുന്നു. എന്നാൽ ഇറച്ചി അവരുടെ പല്ലിനിടയിലിരിക്കുമ്പോൾ അത് ചവച്ചിറക്കും മുമ്പേ യഹോവയുടെ കോപം ജനത്തിന് നേരെ ജ്വലിച്ചു. നമ്മുടെ കരച്ചിൽ, അതിൻ്റെ കാരണങ്ങൾ, നമ്മുടെ ജീവിത പരിസരങ്ങളോടുള്ള നമ്മുടെ സമീപനം, അതിനെ ജാഗ്രതയോടെ നാം സൂക്ഷിക്കേണ്ടുന്ന വിധം നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നാം ഏറെ ശ്രദ്ധിക്കേണ്ടതാണ്. അവൻ ഓരോ നിമിഷവും നമ്മളെ പുലർത്തുകയാണ്. ഓരോ നിമിഷവും അതിൽ പുലരാനായിട്ട് നമുക്ക് സാധിക്കണം. അവൻ എന്നെ കാണുന്നു, എൻ്റെ വേദനകളെ കാണുന്നു, എൻ്റെ പ്രയാസങ്ങളെ കാണുന്നു. നമ്മുടെ കരച്ചിലുകൾ സൂക്ഷ്മമായി ദൈവസന്നിധിയിൽ നിർവഹിക്കാൻ നമുക്ക് സാധിക്കണം. ഓരോ ദിവസവും രാവിലെ എഴുന്നേറ്റ്, ദൈവമേ, ഇന്നെൻ്റെ കുടുംബത്തിന് വേണ്ടി, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നിനക്ക് എന്നോടുള്ള അരുളപ്പാടെന്താണ് എന്നൊന്ന് മുട്ടിന്മേൽ നിന്ന് ചോദിച്ചിട്ട് മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങാൻ നമുക്ക് സാധിക്കണം. അവിടെ ദൈവം നമ്മെ പുലർത്തും. ദൈവീകരണം എന്ന വലിയൊരു പദം ഓർത്തഡോക്സ് വിശ്വാസത്തിലുണ്ട്, തെയോസിസ്. ഞാൻ അതിൻ്റെ ദൈവശാസ്ത്ര മാനങ്ങളിലേക്കൊന്നും പോകുന്നില്ല. നമ്മൾ ഓരോരുത്തരും വിവിധ അളവിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജീവിതത്തിൻ്റെ ആത്മീയ പാതയുടെ പേരാണ് ദൈവീകരണം. അപ്പോൾ ദൈവീകരണത്തിലൂടെ നമുക്ക് നമ്മുടെ പഴയകാല മനുഷ്യനെ ഉരിഞ്ഞു കളയാനായിട്ട് സാധിക്കണം. ഇസ്രായേലിലെ എല്ലാ ജീർണതയുടെ അംശങ്ങളെയും ഉരിഞ്ഞു കളഞ്ഞ് യഹോവയാം ദൈവം വാഗ്ദത്ത കനാനിൻ്റെ മഹാപാതയിലൂടെ ഉന്നതമായ ലക്ഷ്യത്തിലേക്ക് നയിക്കുകയാണ്. രണ്ടാമതായിട്ട് ദൈവീകരണം സംബന്ധിച്ച് നാം ശ്രദ്ധിക്കേണ്ട കാര്യം, ദൈവീകരണത്തിന്, ദൈവിക ജീവിതത്തിന് എന്തിനേയും അതിജീവിക്കാനുള്ള ശേഷിയുണ്ട്. എന്തിനേയും അതിജീവിക്കാനുള്ള ശേഷി.
അതാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്നത്. അത് സംബന്ധിച്ചൊരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിച്ചുകൊള്ളാം. ന്യായാധിപന്മാരുടെ പുസ്തകം 14-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് ദൈവാത്മാവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചിന്തയാണ്. ഈ പെന്തിക്കോസ്തിയുടെ കാലഘട്ടത്തിൽ നമ്മൾ പഴയ നിയമഭാഗത്തൊക്കെ വായിച്ച് കേൾക്കുന്ന ഒരു ഭാഗമാണ്. ശിംശോൻ ഒരു തിരഞ്ഞെടുക്കപ്പെട്ട മകനായിട്ട് ജനിച്ചു. ജീവിതത്തിൻ്റെ ഉയർച്ച താഴ്ചകളിലൂടെ കടന്നുപോയി. ഫെലിസ്ത്യരോട് ശിംശോന് ഭയങ്കര വിരോധമായിരുന്നു. എന്താ ഈ ശിംശോന് ഫെലിസ്ത്യരോട് ഇത്ര വിരോധം വരാൻ കാര്യം? അവരുടെ ദൈവവിശ്വാസത്തിലെ ഒരു കാതലായ പ്രശ്നമുണ്ട്. ഇസ്രയേൽ ഏകദൈവ വിശ്വാസത്തിലേക്ക് വളരുന്ന കാലമാണ്. എന്നാൽ ഫെലിസ്ത്യർ വിഗ്രഹങ്ങളെ, ദാഗോനെ, വിജാതീയ ദൈവങ്ങളെ വെച്ച് പൂജിച്ച് ആരാധിക്കുന്നു. അതാണ് ശിംശോന് ഫെലിസ്ത്യരോട് പ്രധാനമായിട്ടും ശത്രുത വരാനുള്ള കാരണം. ആത്മീയതയും ലൗകികതയുമായിട്ടുള്ള ഒരു വലിയ പോരാട്ടമാണ്. അതിൽ ശിംശോൻ പൂർണ്ണമായിട്ട് വിജയിച്ചോ എന്ന് ചോദിച്ചാൽ നമുക്ക് വിജയിച്ചെന്ന് പറയാൻ പറ്റത്തില്ല. എന്നാൽ വിജയിച്ച സമയങ്ങളുണ്ട്, വീണുപോയ സമയങ്ങളുണ്ട്. നമ്മുടെ ആത്മീയ ജീവിതത്തെയും പൂർണ്ണമായിട്ടും വിലയിരുത്താൻ നമുക്ക് സാധിക്കുകയില്ല. ഒരു ആത്മീയ സാധകൻ്റെ വഴിയിൽ അറിഞ്ഞിരിക്കേണ്ടുന്ന കാര്യമാണ്. ന്യായാധിപന്മാരുടെ പുസ്തകം 14-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു, ശിംശോന് തിമ്നയിലുള്ള ഒരു പെൺകുട്ടിയെ കണ്ട് ഇഷ്ടമായി. വേറെ ജാതിയാണ്. എന്നാൽ മാതാപിതാക്കളെ കൂട്ടി ആ പെണ്ണിനെ ഒന്ന് കാണാനുള്ളൊരു മര്യാദ കാണിച്ചു. ഇപ്പോഴത്തെ നമ്മുടെ പിള്ളേർ അവസാനമാണെങ്കിലും അന്ന് അപ്പനോടും അമ്മയോടും എല്ലാം ഒന്ന് പറയുന്നത് പോലെ അങ്ങനെ കൂട്ടിക്കൊണ്ട് പോയി. പെണ്ണിനെ കാണാനായിട്ട് പോകുന്ന വഴിക്ക് അവർ തിന്നയ്ക്കടികെയുള്ള ഒരു മുന്തിരിത്തോട്ടത്തിൽ വിശ്രമിക്കുക. ശിംശോൻ ഇരിക്കുന്നു, മാറി അപ്പനും അമ്മയും കൊണ്ട് അല്പം അകലെയായിട്ട് വലിയ മുന്തിരിത്തോട്ടമാണ്. അപ്പോൾ അവിടെ നടക്കുന്ന ഒരു സംഭവം ന്യായാധിപന്മാർ 14-5 നമ്മൾ കാണുന്നു. അപ്പോൾ ഒരു ബാലസിംഹം അവൻ്റെ നേരെ അലറി വന്നു എന്നാണ്. ഈ തുടക്കത്തിൽ പല സംഭാഷണങ്ങളിൽ നമ്മൾ കേട്ടു, ജീവിതത്തിൽ അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന ചില പ്രതിസന്ധികൾ, യൗവനത്തിലെ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ വേർപാടുകൾ, രോഗങ്ങൾ, ജീവിതത്തിൻ്റെ തീപ്പാതയിലൂടെയുള്ള ഒറ്റയ്ക്കുള്ള നമ്മുടെ സഞ്ചാരം, തള്ളയുടെ കൂട്ടിൽ നിന്ന് താഴേക്ക് വീണുപോയ ഒരു കുഞ്ഞു കിളിയെ പോലെ ഒറ്റയ്ക്കിരുന്ന് വിറയ്ക്കുന്ന സമയങ്ങൾ. അതിനെയാണ് ഇവിടെ പറയുന്നത്, ഒരു ബാലസിംഹം അവൻ്റെ നേരെ അലറി വീണു. വേദപുസ്തകത്തിൽ സിംഹത്തെക്കുറിച്ച് പറയുന്നുണ്ട്, പെൺസിംഹങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്, ബാലസിംഹങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. എന്നാൽ ബാലസിംഹം ഭയങ്കരമാണ്. അതതിൻ്റെ യൗവനത്തിൻ്റെ എല്ലാ ഊർജത്തിലും നിൽക്കുന്ന സമയമാണ്. അത് നമ്മുടെ നേരെ ചീറി വന്നാൽ പിന്നെ നമുക്ക് രക്ഷപ്പെടാൻ പാടാണ്. നീ തീർന്നടാന്ന് നമുക്ക് നമ്മൾ പറയുന്നത് പോലെ നമ്മൾ തീർന്നു. ഈ ബാലസിംഹത്തിൻ്റെ വേറൊരു പ്രത്യേകത കൂടി ഉണ്ട്, അത് തലയ്ക്കാണ് നമ്മളെ ആക്രമിക്കുന്നത്. കൃത്യമായിട്ടും തലയിലാണത് കടിക്കുന്നത്. ചില ജീവിതത്തിലെ ചില അനുഭവങ്ങൾ നമുക്ക് തലയ്ക്ക് കടി കിട്ടിയതുപോലെ സിംഹത്തിൻ്റെ വായിൽ നമ്മുടെ തല അകപ്പെട്ട് മുമ്പിലെന്ത് എന്ന് തിരിച്ചറിയുവാനോ ഒന്ന് കരയുവാനോ പോലും ശേഷിയില്ലാത്ത ജീവിത അനുഭവങ്ങളെയാണ് ന്യായാധിപന്മാരുടെ പുസ്തകം 11-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. ബാലസിംഹം അവൻ്റെ നേരെ അലറി വന്നു. അവനാകട്ടെ ജീവിതത്തിൻ്റെ ഏറ്റവും സന്തോഷകരമായ ഒരു വഴിയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നാം വീണ്ടും കാണുന്നു, കയ്യിൽ ഒന്നുമില്ലാതിരിക്കെ അവൻ അതിനെ ഒരു ആട്ടിൻകുട്ടിയെ പോലെ കീറിക്കളഞ്ഞു. ഓഫ് ഹാൻഡാണ്. ആത്മീയ ജീവിതത്തിൽ നമ്മളെപ്പോഴും ശ്രദ്ധിച്ചോണം കേട്ടോ, നമ്മൾ ഓഫ് ഹാൻഡ് ആയിരിക്കുന്നതാണ് നമുക്ക് നല്ലത്. നമ്മളിന്ന് ചെയ്യുന്നത്, നമ്മൾ എവിടെ പ്രവർത്തിക്കുന്നോ അതിനാവശ്യമായ ക്രെഡൻഷ്യൽസ് എല്ലാം നമ്മൾ സ്വരുക്കൂട്ടി വെക്കും. വല്യപ്പൻ വഴിയിലൂടെ നടന്നു പോവുകയാണ്, ഒരു കുടക്കമ്പി എടുത്തു, ഒരു കുടക്കമ്പ് വഴി കിടന്നു. വല്യപ്പൻ അന്നേരം അതെടുത്തു. എന്തിനാ വല്യപ്പ കുടക്കമ്പി എടുത്തത്? ആവശ്യം വരും. ഇപ്പം എൻ്റെ എല്ലാം ആവശ്യമുണ്ട്, ഇപ്പം വലിയ ആവശ്യമൊന്നുമില്ല, പിന്നെ എപ്പോഴെങ്കിലും ആവശ്യം വരും. നമ്മളങ്ങനെയാണ്. നമ്മുടെ ജീവിത വഴിയിൽ നമുക്ക് ഭാവിയിൽ ആവശ്യമായ ക്രെഡൻഷ്യൽസ് പോലും നമ്മളെല്ലാം സ്വരുക്കൂട്ടുന്നു. എന്നാൽ ദൈവാത്മാവിന് പ്രവർത്തിക്കാനുള്ള ഏറ്റവും നല്ല സ്ഥലം ഏതാണെന്നറിയാവോ? കയ്യിലൊന്നുമില്ലാതിരിക്കുക. ബി ആൻ ഓഫ് ഹാൻഡ് ഇൻ ഫ്രണ്ട് ഓഫ് ഗോഡ്. ഒന്നുമില്ലാതിരിക്കേ അവനതിനെ ആട്ടിൻകുട്ടിയെ പോലെ കീറിക്കളഞ്ഞു. 100 കിലോ അടുത്ത് വരുന്ന ബാലസിംഹത്തെ 10 കിലോയിൽ താഴെ വീഴുന്ന ആട്ടിൻകുട്ടിയെ പോലെ നിശബ്ദമായി കീറിക്കളഞ്ഞു. തിമ്നയിൽ ചെന്നു. കല്യാണാലോചനയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴിക്ക് ശിംശോൻ വീണ്ടും അതേ മുന്തിരിത്തോട്ടത്തിൽ വിശ്രമിച്ചു.
ജീവിതത്തിൻ്റെ എത്രയെത്രയോ മുന്തിരിത്തോട്ടത്തിൻ്റെ അനുഭവങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നില്ല. ദൈവം നമ്മളെ എത്രയെത്ര സമൃദ്ധികളിലൂടെയും സന്തോഷങ്ങളിലൂടെയും കടന്നുപോയി. വീണ്ടും അതിനെ ഒന്ന് സന്ദർശിക്കാനോ ഒരു വാക്ക് നന്ദി പറയാനോ നമുക്ക് മനസ്സുണ്ടോ? അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ നന്ദിയുള്ളവരായും ഇരിക്കുവി എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ആ നന്ദി വളരെ ആവശ്യമായ ഒന്നാണ് ദൈവസന്നിധിയിൽ. ശിംശോൻ വീണ്ടും അതേ മുന്തിരിത്തോട്ടത്തിൽ മടങ്ങി വന്നു. മാതാപിതാക്കളുണ്ട്, അവർ ഈ കഴിഞ്ഞ സംഭവം അറിഞ്ഞിട്ടില്ല, അവരോട് പറഞ്ഞിട്ടില്ല. പക്ഷേ വീണ്ടും അതേ മുന്തിരിത്തോട്ടത്തിൽ വിശ്രമിച്ചപ്പോൾ ശിംശോൻ എന്തു ചെയ്തു? അവിടെയെല്ലാം അന്വേഷിച്ചു. എന്ത്? താനൊരു ആട്ടിൻകുട്ടിയെപ്പോലെ കീറിക്കളഞ്ഞ ബാലസിംഹം ഇവിടെ. അന്വേഷിച്ചപ്പോൾ ശിംശോൻ കണ്ടു, അങ്ങു മാറി ഒരു സിംഹത്തിൻ്റെ അസ്ഥികൂടം കിടക്കുന്നു. നമ്മൾ വന്ന് ഓർത്ത് നോക്കിയ 10-15 വർഷം മുമ്പ് നമ്മുടെ ജീവിതത്തിലുണ്ടായ ഒരു വേർപാട് ആ സമയത്ത് എത്ര വലിയ ആഘാതമായിരുന്നു, എത്രമാത്രം നമ്മുടെ മേൽ ചീറിപ്പാഞ്ഞു വരുന്ന ഒരു ബാലസിംഹമായിരുന്നു. എന്നാൽ അതിനുശേഷം ഇന്നതിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് അത്ഭുതം വരും. ദൈവം എത്രമേൽ എന്നെ പുലർത്തിയിരിക്കുന്നു. നമുക്ക് അന്വേഷിച്ച് ചെല്ലുന്ന ഒരു ധ്യാനത്തിൻ്റെ നിമിഷമുണ്ട് അവിടെ. ശിംശോൻ ആ ബാലസിംഹത്തിൻ്റെ അസ്ഥികൂടത്തിന് അടുത്ത് ചെന്ന് അതിൽ തിരഞ്ഞു എന്നാണ്. നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തിൻ്റെ ദുരന്തങ്ങളെയും കണ്ണീരുകളെയും സമീപിച്ച് അതിനെ തിരയാനുള്ള, ആഴത്തിൽ അതിനെ ഒന്ന് ധ്യാനിക്കാനുള്ള മനസ്സ് നമുക്കുണ്ടാകണം. അത് ഞാൻ പറയാൻ കാര്യം വരുന്നുണ്ട്. ശിംശോൻ ആ അസ്ഥികൂടത്തിൽ നന്നായി തിരഞ്ഞപ്പോൾ വലിയൊരു അപൂർവമായ സമ്മാനം ശിംശോന് കിട്ടി. എന്തായിരുന്നത്? നിങ്ങളൊക്കെ ദൈവവചനം വായിക്കുന്നവരല്ലേ? എന്തായിരുന്നു ശിംശോന് കിട്ടിയ സമ്മാനം? ഒരു തേൻകൂട്. അത് അസ്ഥികൂടമായ സമയം കൊണ്ട്, അവൻ ദൂരെ നിന്ന് പോയി വന്ന സമയം കൊണ്ട് വിധിയുടെ ക്രൂരമായ അസ്ഥികൂടത്തിൽ ഒരു തേൻകൂട് ദൈവം തയ്യാറാക്കിയിരുന്നു. അവിടെ നാം കാണുന്നു, ശിംശോൻ അതെടുത്ത് രുചിച്ചു. ആ അസ്ഥികൂടത്തിൽ താൻ കീറിയിട്ട തൻ്റെ ജീവിതത്തിൻ്റെ നിർണായകമായ ദുരന്തങ്ങളിലൊന്നിനെ ദൈവാത്മാവാൽ താൻ കീറിയ അതേ സ്ഥലത്ത് വെച്ച് അതിൽ നിന്ന് അവൻ തേനെടുത്ത് രുചിച്ചു. നമ്മളും ഇന്ന് അതല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എത്രമാത്രം ദൈവം നമുക്ക് അനുഗ്രഹത്തിൻ്റെ മധുരം നൽകുന്നു. എടുത്ത് രുചിച്ചു. പിന്നെ ഒരു കാര്യം കൂടി അവിടെ പറയുന്നുണ്ട്, ന്യായാധിപന്മാർ 14 തൻ്റെ മാതാപിതാക്കൾക്കും അത് കൊടുത്തു. ബാലസിംഹം കീറാൻ വന്നപ്പോൾ അതിനെ കീറിയിട്ട കാര്യം മാതാപിതാക്കളോട് പറഞ്ഞില്ല. ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെയും പ്രയാസങ്ങളെയും മറ്റുള്ളവരോട് പറഞ്ഞവരെ അധികം ബുദ്ധിമുട്ടിച്ചില്ല. എന്നാൽ ജീവിതത്തിൻ്റെ സന്തോഷം വന്നപ്പോൾ ആ മധുരത്തെ എടുത്ത് സ്വയം ആസ്വദിക്കുകയും അനേകർക്ക്, തൻ്റെ മാതാപിതാക്കൾക്കും ചുറ്റുവട്ടങ്ങൾക്കും അത് പങ്കുവെക്കുകയും ചെയ്തു. ഇത് ദൈവീകരണത്തിൻ്റെ, തെയോസിസിൻ്റെ, ദൈവാത്മാവിൻ്റെ അനുഭവത്തിൽ ജീവിക്കുന്ന ഒരുവന് മാത്രം സാധ്യമായ ഒരു കാര്യമാണ്. അത് നമ്മുടെ ജീവിതത്തിൽ അനുവർത്തിച്ച് മുന്നോട്ട് പോകുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. വീണ്ടും നമ്മൾ കാണുന്നുണ്ട്, ഫെലിസ്ത്യർ ശിംശോനെയൊക്കെ കെട്ടിയിട്ടു. അവിടെ നിന്ന് ഇങ്ങനെ കെട്ടിയിട്ടുകൊണ്ട് പോകുന്ന സമയത്ത് ഫെലിസ്ത്യരെ കുറേ പേര് അവിടെ നിന്ന് ആർപ്പ് വിളിച്ചു. അപ്പോൾ ശിംശോന് വീണ്ടും ദേഷ്യം മതി. ഇവന്മാരെ കാണുന്നത് തന്നെ ശിംശോന് ദേഷ്യമാണ്. തിന്മ കാണുമ്പോൾ അങ്ങ് ഇരച്ച് കയറി വരികയാണ് ദേഷ്യം. അത് നമ്മുടെ ജീവിതത്തിലും ഒരു പരിധി വരെയൊക്കെ നമ്മളൊന്ന് പുലർത്തേണ്ടുന്ന ഒരു കാര്യമാണ്. തിന്മയുടെ ആർപ്പങ്ങ് അധികമാകുമ്പോൾ നമ്മളാലാവും വിധം അതൊന്ന് ഡിസ്ലൈക്ക് ചെയ്യാനെങ്കിലും നമുക്ക് സാധിക്കണം. സബ്സ്ക്രൈബ് ചെയ്യരുത്, ഡിസ്ലൈക്ക് ചെയ്യാനെങ്കിലും നമുക്ക് സാധിക്കണം. നമ്മുടെ ചുറ്റും ഇന്ന് അനേക സ്വാധീനങ്ങളുണ്ട്. അത് ഫെലിസ്ത്യരുടെ ഒരു സൂചനയാണ്, ഇസ്രായേലും ഫെലിസ്ത്യരുമായുള്ള ബന്ധത്തിലെ ഒരു സൂചനയാണ്. ഇന്ന് ഇൻഫ്ലുവൻസേഴ്സിൻ്റെ കാലമാണില്ല. എന്തെല്ലാം സ്വാധീനങ്ങളാണ് നമുക്ക് ചുറ്റും. എനിക്ക് തോന്നുന്നു ഏറ്റവും ശക്തമായ ഒരു സ്വാധീനമാണ് സിനിമ. സിനിമയോളം ഒരാളെ സ്വാധീനിക്കുന്നത് കലയിൽ വേറൊന്നുമില്ലെന്ന് എനിക്ക് തോന്നുന്നത്. അത്രമാത്രം അത് സ്വാധീനിക്കും. അതിലെ നായകന്മാർ, അവർ പറയുന്ന കാര്യങ്ങൾ. ഈ അടുത്തിടെ കുറേ സിനിമകളൊക്കെ ഇറങ്ങി വലിയ വിജയമായിരുന്നു. നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ വലിയ സന്തോഷമാണ്. അവരതിലെ പാട്ടുകളൊക്കെ ഇങ്ങനെ പാടി ആഹ്ലാദിച്ച് നടക്കുകയാണ്. നമ്മളെ പാട്ടുകളൊക്കെ ശ്രദ്ധിച്ച് കഴിയുമ്പോഴാണ്, ചില സിനിമകളിലെ പാട്ടുകളൊക്കെ ഡെവിൾ വർഷിപ്പിൻ്റെ ഏജൻസികൾ പണം കൊടുത്തിറക്കിയിരിക്കുന്ന സിനിമകളുണ്ട്. അതിലുള്ള പാട്ടുകൾ നമ്മൾ കേൾക്കുകയാണ്. സഹോദരൻ്റെ കഴുത്തിൽ
കത്തി വെച്ചിട്ട് റെയിൽവേ ട്രാക്കിലേക്ക് +2 പഠിക്കുന്ന കൂട്ടുകാരനെ കൊണ്ടുവന്ന് അവനെ ഉപദ്രവിച്ച് അവൻ്റെ കഴുത്തിൽ കത്തി വെച്ചിട്ട് പറയുകയാണ്, രംഗണ്ണനെ പോലെ നിന്നെ ഞാൻ വെട്ടണമെന്നാണ് ചോദിക്കുന്നത്. രംഗണ്ണം വെട്ടുന്നത് പോലെ നിന്നെ വെട്ടണമെന്നാണ് ചോദിക്കുന്നത്. ഇല്ലൂമിനാറ്റി, ഡബിൾ വർഷിപ്പിൻ്റെ ഏജൻസികളാണ്. വലിയ ആശയങ്ങളെ, ക്രിസ്തീയതയുടെയും സ്വാഭാവിക മതങ്ങളുടെയും നിലനിൽപ്പിനെ അതിൻ്റെ അടിവേരറക്കുന്ന രീതിയിൽ നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് ഇഞ്ചക്റ്റ് ചെയ്യുകയാണ്. പിന്നെ മഞ്ഞുമ്മൽ ബോയ്സ് അല്ലേ, കുടിക്കുക, ഛർദ്ദിക്കുക. കുടിച്ചാൽ അരമണിക്കൂർ പിടിച്ചു നിൽക്കാൻ പോലും ശേഷിയില്ലാത്തവനാണ് ഇന്ന് സിനിമയിലെ നമ്മുടെ നായകൻ. പണ്ടത്തെ നായകന്മാർ കുടിച്ചാൽ 1 മണിക്കൂർ പിടിച്ചു നിൽക്കാനുള്ള ശേഷിയെങ്കിലും ഉണ്ടായിരുന്നു. ഇന്ന് ഏത് സിനിമയും എടുത്തോ ചെറുപ്പക്കാർ മുഴുവൻ കൂടിയാണ്, കുടിച്ചിട്ട് അവിടെ നിന്ന് ഛർദ്ദിക്കുകയാണ്. അതിനുപോലും ശേഷിയില്ലാത്ത ഒരു സമൂഹത്തെ രൂപപ്പെടുത്തുന്ന നമ്മുടെ ചുറ്റുവട്ടങ്ങൾ, വലിയ സ്വാധീനങ്ങൾ, അതിനെ നമ്മുടെ ഭവനത്തിനുള്ളിലിരുന്ന് നമ്മുടെ കുഞ്ഞുങ്ങളെ കാണിക്കില്ല, അതിൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആക്കില്ല എന്നെങ്കിലും പറയുവാനും നല്ല നല്ല സിനിമകളെയും മൂല്യങ്ങളെയും അവരുടെ ജീവിതത്തിലേക്ക് പരിചയപ്പെടുത്താനും നമുക്ക് സാധിക്കണം. ഈ പരിചയപ്പെടുത്തലിൻ്റെ കുറവ് വരുമ്പോഴാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ ഇങ്ങനെയുള്ള പൈശാചിക സ്വാധീനങ്ങളുടെ പിന്നാലെ പോകുന്നതെന്ന് തിരിച്ചറിയണം. കോട്ടയത്ത് ഒരു സംഭവമുണ്ടായി. ഒരു ഹോട്ടൽ മുറിയിൽ ചെറുപ്പക്കാരനും 2 ചെറുപ്പക്കാരികളും മരിച്ചു കിടന്നു, അരുണാചലിൽ അല്ലേ. സൺഡേ സ്കൂൾ 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ പഠിച്ച പയ്യനാണ്, നമ്മുടെ പയ്യനാണ്. എന്താണ് സംഭവിക്കുന്നത്? സ്വാധീനങ്ങളെ വളർച്ചയുടെ തുടക്കത്തിൽ തന്നെ അവനിലേക്ക് നല്ലതിനെ ചേർത്ത് നിർത്താനായിട്ട് നമുക്ക് സാധിക്കണം. ഫെലിസ്ത്യരെ കാണുമ്പോൾ ശിംശോന് ദേഷ്യം വരും അല്ലേ. അവരിങ്ങനെ അവനെ കെട്ടിക്കൊണ്ട് പോകുന്ന സമയത്ത് ആർപ്പ് വിളിച്ചു. ശിംശോൻ ചുറ്റും നോക്കിയിട്ട് ഒന്നും കാണുന്നില്ല. ചിലപ്പോൾ നമുക്ക് ഒത്തിരി കാര്യം ചെയ്യണമെന്നുണ്ട്, പക്ഷേ ഒരു സാധ്യതകളും കാണുന്നില്ല. പക്ഷേ ശിംശോൻ കണ്ടു ഒരു കഴുതയുടെ പച്ച താടിയിൽ. അത് മാത്രമേ കണ്ടുള്ളൂ, വേറൊന്നും കണ്ടില്ല. എന്താണ് കഴുതയുടെ താടിയിൽ? ഇറ്റ്സ് എ റോ മെറ്റീരിയൽ. ഒരു നായ പോലും മണത്ത് നോക്കുകയോ കടിച്ചു നോക്കുകയോ ചെയ്യാത്ത ഒരു സാധനം. ഇറ്റ്സ് ആൻ അൺസിവിലൈസ്ഡ് വൺ. ഏറ്റവും പ്രാകൃതമായ ഒന്ന്, ആരും ശ്രദ്ധിക്കാതെ മാറിക്കിടക്കുന്ന ഒരു കഴുതയുടെ പച്ചത്താടിയില്ല. പക്ഷേ ശിംശോൻ എന്ത് ചെയ്തു? ശിംശോൻ അത് എടുത്തിട്ട് 1000 ഫെലിസ്ത്യരെ കൊന്നു കളഞ്ഞു ദൈവാത്മാവിനാൽ. അപ്പോൾ നമുക്ക് എല്ലാ സാഹചര്യങ്ങളും ഇടങ്ങിയിട്ട് തിന്മയെ നമ്മൾ വെറുക്കാനിരിക്കേണ്ട, നന്മ പ്രവർത്തിക്കാൻ ഒരുങ്ങണ്ട. ലഭ്യമായ സാഹചര്യങ്ങളിൽ കർത്താവിന് വേണ്ടിയും അവൻ്റെ സുവിശേഷത്തിന് വേണ്ടിയും അവൻ നമുക്ക് പകർന്ന ദൈവരാജ്യത്തിൻ്റെ പ്രത്യാശയ്ക്ക് വേണ്ടിയും നിലനിൽക്കുവാനും തലമുറകളെ നല്ല രീതിയിൽ സ്വാധീനിക്കാനും നമുക്ക് സാധിക്കണം. അത് കഴിഞ്ഞിട്ട് അവൻ ആ താടിയിൽ എറിഞ്ഞു കളഞ്ഞപ്പോൾ ഈ പുള്ളിക്കാരന് പിന്നെ ദാഹിക്കാൻ തുടങ്ങി. അപ്പോൾ യഹോവയോട് നിലവിളിച്ചു, ദൈവമേ എനിക്ക് ദാഹിക്കുന്നു. അപ്പോൾ ഈ താടിയിൽ എറിഞ്ഞു കളഞ്ഞ ആ സ്ഥലത്ത് നിന്ന് യഹോവയാം ദൈവം അവന് ജലം, നീരുറവ് പുറപ്പെടുവിച്ച് കൊടുത്തു എന്നാണ്. ഭൂമി പിളർന്ന് ദൈവം വന്നു എന്നാണ് പ്രായമൂലഭാഷയിലുള്ള വേദപുസ്തകത്തിൽ പറയുന്നത്. ഭൂമി പിളർന്നിങ്ങനെ ഒരു കിളിർപ്പുണ്ടാകുന്നത് പോലെ ജലം അവനിലേക്ക് ഒഴുകുകയാണ്. പുതുഞാറാഴ്ചയിൽ ഒരു പ്രൊമിയോസെഥറായിൽ പറയുന്നുണ്ട്, കഴുതയുടെ പച്ചത്താടിയിൽ വെള്ളം കണ്ടുവന്നു. അത് ഈ സംഭവമാണ്. കഴുതയുടെ പച്ചത്താടിയിൽ നമ്മൾ സ്വർണ്ണമൊക്കെ ഇട്ടാണ് വെള്ളം കാണുന്നതിന് സ്ഥാനം കാണുന്നില്ല, പക്ഷേ കഴുതയുടെ പച്ചത്താടിയിൽ വെള്ളം കാണാനുള്ള മൂലകമായി തീർന്നു. അതുകൊണ്ട് ഞാൻ ജീവിതത്തിൻ്റെ ഏത് തീവ്ര അനുഭവങ്ങളിലും ആയിക്കൊള്ളട്ടെ, ഞാൻ ദൈവാശ്രയത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ ഭാവി സമൃദ്ധികളെ കാണുവാനും ഞാൻ ആയിരിക്കുന്ന കുടുംബജീവിതത്തെ മുന്നോട്ട് പണിയുവാനുമുള്ള ഒരു മൂലകമായി യഹോവയാൻ ദൈവം, എൻ്റെ കർത്താവിൻ്റെ സുവിശേഷം എന്നെ ഉപയോഗിക്കുമെന്ന ഒരു വലിയ ബോധ്യത്തിൽ പ്രത്യാശയോടെ ആത്മീയ ജീവിതം നമുക്ക് നയിക്കാൻ സാധിക്കണം. അതുകൊണ്ട് ദൈവസന്നിധിയിലെ കൂടിവരവാണ് നമ്മുടെ ലക്ഷ്യം. നഷ്ടബോധമുള്ളവരുടെ ഒരു കൂട്ടായ്മയല്ല, പ്രത്യാശയുടെ വെളിച്ചത്തെയാണ് നമ്മൾ കാണുന്നത്. കയ്യിൽ കുരുത്തോല ചെയ്ത് നിൽക്കുന്ന സാക്ഷികളുടെ വലിയ സമൂഹം. എൻ്റെ പ്രിയപ്പെട്ടവൾ മുന്നേ അവിടേക്ക് പോയിരിക്കുന്നു. ഞാൻ ആ യാത്രയിലാണ്, അവിടെ ഒരുമിച്ച് കാണുമെന്ന പ്രത്യാശയുടെ കൂട്ടായ്മയുടെ പേരാണ് സ്നേഹക്കൂട്ട്. തിരുമേനി നല്ലൊരു അടിസ്ഥാനം ഇട്ടിരിക്കുകയാണ്. ഇതൊരു നല്ല തുടക്കമായി മാവ് അതിൻ്റെ പുളിപ്പിനെ വ്യാപരിപ്പിക്കുന്നത് പോലെ സഭയാകമാനമുള്ള ഒരു നല്ല കൂട്ടമായിട്ട് മാറട്ടെ. തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ വിശ്വാസി സമൂഹത്തിനും ഈ കരുതൽ ആവശ്യമുണ്ട്. അവർ പല ദേവാലയങ്ങളും പകൽ വീടുകളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. ഓഡിറ്റോറിയങ്ങളുടെ കാലം കഴിഞ്ഞു, ജൂബിലി മന്ദിരങ്ങളുടെ കാലം കഴിഞ്ഞു, വ്യവഹാര കാലം കഴിഞ്ഞു.
അതുകൊണ്ട് നമ്മുടെ ഈ കൂടിവരവിലെ അമ്മമാരും പിതാക്കന്മാരും വൈദിക സ്ഥാനികൾ അവരവരുടെ ഇടവകകളിൽ ചുറ്റുവട്ടങ്ങളിൽ ദേവാലയത്തിലെ വിശ്വാസ സമൂഹത്തെയും ഈ അതേ ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നവരെ ഒരുമിച്ച് കൂട്ടി പകൽ വീട് പോലെയുള്ള നല്ല നല്ല പ്രസ്ഥാനങ്ങൾ രൂപം കൊടുക്കുന്നതിനുള്ള ഒരു പ്രേരക ശക്തിയായി കൂടി ഈ കൂടിവരവിനെ കാണണം എന്ന സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. നമ്മൾ കർത്താവിൻ്റെ സ്നേഹത്തെ പകർന്നു കൊടുക്കുക. വടവാതൂരെ ഒരു ലോട്ടറി വിൽപ്പനക്കാരിൽ റോസമ്മയുടെ ഒരു കുഞ്ഞു വീഡിയോ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടല്ലോ. റോസമ്മയ്ക്ക് കണ്ണ് കണ്ടുകൂടാ. ഒരുത്തൻ വന്ന് സ്ഥിരമായിട്ട് ലോട്ടറി മോഷ്ടിക്കുകയാണ്. പക്ഷേ കൂട്ടുകാരൻ പറഞ്ഞിട്ട് ഒരു പെൻ ക്യാമറ വെച്ച് പിടിച്ചു. പക്ഷേ അയാൾ മോഷ്ടിച്ച സമയത്ത് റോസമ്മ പറഞ്ഞു, നിങ്ങൾ മോഷ്ടിച്ചിരിക്കുന്നു. അയാൾ ആദ്യം പിടിച്ചു നിൽക്കാൻ നോക്കി, റോസമ്മ സമ്മതിച്ചില്ല, എൻ്റെ ക്യാമറ ഉണ്ടെന്ന് പറഞ്ഞു. പിടിച്ചു. അയാളത് കമ്മിറ്റ് ചെയ്തു. എന്നിട്ട് അയാളോട് റോസമ്മ പറഞ്ഞു, നിങ്ങളെ ഞാൻ ഉപദ്രവിക്കില്ല, ഭത്സിക്കില്ല, നിങ്ങളുടെ കാര്യം ആരോടും പറയുകയോ പരാതിപ്പെടുകയോ ഒന്നും ചെയ്യുകയില്ല, നിങ്ങൾക്ക് പോകാം എന്ന് പറഞ്ഞു. റിപ്പോർട്ടർമാരൊക്കെ ഈ കാര്യം കഴിഞ്ഞ് റോസമ്മയുടെ അടുത്ത് വന്നു. വടവാതൂർ കളത്തിപ്പടിക്കൽ നടന്ന സംഭവമാണ്. റോസമ്മയോട് ചോദിച്ചു, എന്തുകൊണ്ട് നിങ്ങൾ ആ മനുഷ്യനെ വെറുതെ വിട്ടു, പോലീസിൽ ഏൽപ്പിച്ചില്ല? അപ്പോൾ റോസമ്മ പറഞ്ഞ മറുപടി വളരെ ചെറിയൊരു മറുപടിയായിരുന്നു, പക്ഷേ അത് വലിയ ആഴമുള്ളൊരു മറുപടിയായിരുന്നു. റോസമ്മ ഇത്രയും മാത്രമേ പറഞ്ഞുള്ളൂ, ഞാനൊരു ക്രിസ്ത്യാനിയാണ്. റോസമ്മയ്ക്കത് പറയാൻ സാധിച്ചെങ്കിൽ നമ്മൾ എത്രമേൽ ഉറക്കെ അത് പറയേണ്ടവരാണ്. ഞാനൊരു ക്രിസ്ത്യാനിയാണ്. എൻ്റെ ജീവിതത്തിൻ്റെ ഇരുണ്ട രാവുകളിൽ അവൻ എനിക്ക് എത്രയോ മന്ന പൊഴിച്ചു തന്നിരിക്കുന്നു. രാത്രി പാളയത്തിൽ മഞ്ഞ് പൊഴിയുമ്പോൾ മഞ്ഞയും പൊഴിയും. അവൻ എന്നെ പുലർത്തും, എൻ്റെ തലമുറകളെ നിലനിർത്തും, എൻ്റെ സഭയെ വളർത്തും എന്ന വലിയ പ്രതീക്ഷയിൽ നമുക്ക് മുമ്പോട്ട് പോകാം. ദൈവാത്മാവ് നമ്മളെ ശക്തീകരിക്കട്ടെ.